എല്ലാവർക്കും നമസ്കാരം. ഊർപ്പാഴ്ചക്കാവിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. 2 ദിവസമായിട്ട് ഡ്രാഫ്റ്റിൽ കിടക്കുന്ന വീഡിയോ ഒരു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നാ മുഹൂർത്തം കിട്ടിയത്. വഴി അറിയാണ്ടുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ ചോദിച്ചങ്ങനെ കാവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാവിലെ കുളത്തിൻ്റെ ഭംഗി ആദ്യം ആസ്വദിച്ചിട്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചത്. കേരളത്തിലെ തന്നെ ഏക ശനീശ്വര ക്ഷേത്രം കൂടിയാണ് ഈ ഊർപ്പാഴ്ചക്കാവ്. നമ്മുടെ തലശ്ശേരി റൂട്ടിൽ എടക്കാട് നടാൽ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഏകദേശം വരിക. അപ്പോൾ ഇവിടെ ദൈവത്താറും വേട്ടക്കരുമകനും ഭഗവതിയും ഒക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത്. രാവിലെ 5 മണിക്ക് നട തുറക്കും കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നട അടക്കുന്നത്. അതിനിടയിൽ എല്ലാ ദിവസവും 12:30 വെള്ളാട്ടമുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോയത് കൊണ്ട് സത്യം പറഞ്ഞ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ഉരുളിയിൽ കുറച്ച് പഴം, തേങ്ങ, അരി അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നേർച്ചയായിട്ട് ആർക്കോ സമർപ്പിച്ചതാണ്. കൂടാണ്ട് ഇവിടെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും അവിട്ടം നാളിലുമാണ് അന്നദാനം ഉള്ളത് കേട്ടോ. നാലമ്പലത്തിനകത്ത് പ്രവേശിച്ചപ്പോഴാണ് മൂലഭണ്ഡാരത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. നമ്മളൊരു പിറന്നാളിനോ അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുന്നെയോ നല്ല ആത്മാർത്ഥതയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥിച്ചിട്ട് ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിച്ചാൽ വളരെ നല്ലതാണെന്നാണ് മോഹനാട്ടം പറഞ്ഞത്. ഈ അറിവുകളൊക്കെ പകർന്നു തന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇതാണ് മോഹനാട്ടം കേട്ടോ. ഏകദേശം 44 വർഷമായി ഇദ്ദേഹം ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ആള് നല്ലൊരു സംസാരപ്രിയനാണ് കേട്ടോ. ഒരുപാട് നേരം സംസാരിച്ചു, ഒരുപാട് അറിവുകൾ പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 12:30 വെള്ളാട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ പ്രസാദം ബാക്കിയുണ്ടോയെന്ന് നോക്കിയിട്ട് ഞങ്ങളോട് പോയി കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതും കിട്ടി. വെള്ളാട്ടം കഴിഞ്ഞതിന് ശേഷവും പായസമുണ്ട്, അതും കുടിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വെള്ളാട്ടം കെട്ടിയത് തന്നെ ഈ മോഹനാട്ടനാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സിലായത്. കൂടാണ്ട് വെള്ളാട്ടത്തിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അവിടെ ഫോട്ടോസ് അലൗഡ് അല്ല. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.